ദമ്പതിമാർക്കിടയിൽ വഴക്കുകളും സ്വരച്ചേർച്ചയില്ലായ്മയുമൊക്കെ പതിവാണ്. ഒരുമിച്ച് സ്നേഹത്തോടെ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ സന്തോഷത്തോടെ വേർപിരിയുകയാണ് ഏറ്റവും ഉചിതമായ മാർഗം. അതിനു പകരം പങ്കാളിയെ കൊന്നു പക തീർക്കുന്നത് കൊടും ക്രൂരതയാണ്. അതിന്റെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത് ഒന്നും അറിയാത്ത കുട്ടികളാകും. മാതാപിതാക്കളിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമാവുകയും മറ്റേയാൾ ജയിലിലാവുകയും ചെയ്യുന്നതോടെ ഫലത്തിൽ രണ്ടുപേരെയും കുട്ടികൾക്ക് നഷ്ടമാകും. കേരളത്തിൽ ചോര വീഴുന്ന കുടുംബങ്ങളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. പത്തനംതിട്ട പുല്ലാടാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. ആ വാർത്തയിലേക്കാണ് പോലീസ് പെട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. പത്തനംതിട്ട പുല്ലാട് ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു. പുല്ലാട് സ്വദേശി ശ്യാമയാണ് കൊല്ലപ്പെട്ടത്. ശ്യാമയുടെ അച്ഛൻ ശശിക്കും ശശിയുടെ സഹോദരി രാധാമണിക്കും കുത്തേറ്റു. ആക്രമണത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതി അജിക്കായി പോലീസ് അന്വേഷണം തുടരുകയാണ്. കുടുംബ പ്രശ്നങ്ങളാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് പറഞ്ഞു. പത്തനംതിട്ട കവിയൂർ സ്വദേശിയായ അജി പുല്ലാട് അഞ്ചക്കാലയിലുള്ള ഭാര്യ ശ്യാമയുടെ വീട്ടിലായിരുന്നു താമസം. ശനിയാഴ്ച രാത്രി 10 മണിയോടെ വീട്ടിലെത്തിയ അജി ഭാര്യയുമായി വഴക്കുണ്ടായി. വാക്കേറ്റം രൂക്ഷമായതോടെ ഇയാൾ ശ്യാമയെ ആക്രമിച്ചു. തടസ്സം പിടിക്കാനെത്തിയ ശ്യാമയുടെ അച്ഛൻ ശശിയെയും അച്ഛന്റെ സഹോദരി രാധാമണിയെയും കുത്തി വീഴ്ത്തി. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ശ്യാമയുടെ ജീവൻ രക്ഷിക്കാനായില്ല. വയറിൽ ആഴത്തിലേറ്റ മുറിവാണ് മരണകാരണം. ശശിയും രാധാമണിയും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. നേരത്തെ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ കുടുംബകലഹവുമായി ബന്ധപ്പെട്ട് അജിക്കെതിരെ ഭാര്യയുടെ കുടുംബം പരാതി നൽകിയിരുന്നു. ശ്യാമയും അജിയും തമ്മിൽ വീട്ടിൽ വഴക്ക് പതിവായിരുന്നെന്ന് നാട്ടുകാരും പറയുന്നു. അതുകൊണ്ട് നാട്ടുകാർ അങ്ങനെ ആരും ശ്രദ്ധിക്കില്ല. ഇവരെ വഴക്കുണ്ടാകുക, അങ്ങനെയുണ്ടാകുക, പിള്ളേർ നിലവിളിക്കുക. അതുകൊണ്ട് പിന്നെ ഇത് അങ്ങനെ ആരും ചെയ്യത്തില്ല. പിന്നെ കുത്തുണ്ടായെന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവരും വന്നപ്പോഴേക്കും ഓരോരുത്തർ വണ്ടിയൊക്കെ എത്തി. മദ്യലഹരിയിലായിരുന്നു കൊലപാതകമെന്നാണ് സൂചന. 3 പേരെയും കുത്തിയ ശേഷം പ്രതി അജി സംഭവ സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു. വീടിന് പിന്നിലെ റബ്ബർ തോട്ടത്തിലടക്കം രാത്രി നാട്ടുകാരും പോലീസും ചേർന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും അജിയെ കണ്ടെത്താനായില്ല. പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി കോയിപ്പുറം പോലീസ് അറിയിച്ചു. ന്യൂസ് 18 പത്തനംതിട്ട. ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ സ്ത്രീകളുടെ തിരോധാന കേസിൽ നിർണായക നീക്കവുമായി അന്വേഷണ സംഘം. കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യന്റെ വീടും പരിസരവും വിശദമായി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച്. നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിലെ ജിയോളജിസ്റ്റുകളുടെ സേവനവും അന്വേഷണ സംഘം തേടിയിട്ടുണ്ട്. സൈക്കോ കില്ലർ എന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യനെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കാണാതായ കോട്ടയം സ്വദേശിനി ജൈനമ്മ, ചേർത്തല സ്വദേശികളായ ബിന്ദു പത്മനാഭൻ, ഐഷ എന്നിവർക്ക് സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇതിനു പുറമെ 5 വർഷം മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ചേർത്തല സ്വദേശിനി സിന്ധുവിന്റെ കേസും പുനഃപരിശോധിക്കും. കോട്ടയം, ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ടു പോകുന്നത്. കോട്ടയത്ത് നിന്ന് കാണാതായ ജൈനമ്മയുടെ തിരോധാന കേസിലാണ് സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്തത്. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ അസ്ഥികളുടെ ശാസ്ത്രീയ പരിശോധന ഉടൻ നടത്തും. ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയ്ക്ക് പുറമെ ചേർത്തലയിൽ നിന്ന് കാണാതായ ബിന്ദു പത്മനാഭൻ, ഐഷ എന്നിവരുടെ തിരോധാനത്തിലും സെബാസ്റ്റ്യനുള്ള പങ്ക് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശദമായ പരിശോധനയ്ക്ക് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ 2 ഏക്കർ വീടും പുരയിടവും നിഗൂഢതകളുടെ ഇടമെന്നാണ് പരിസരവാസികൾ പറയുന്നത്. ഇവിടേക്ക് പലപ്പോഴും സെബാസ്റ്റ്യനൊപ്പം ആളുകൾ വന്നു പോകാറുണ്ടായിരുന്നു. പലപ്പോഴും സ്ത്രീകളായിരിക്കും കൂടെ ഉണ്ടാകുന്നതെന്ന് പരിസരവാസികൾ പറയുന്നു. കോർട്ട് ഓർഡർ പറയാൻ സെർച്ചിന് വന്നത്.
സെർച്ചിന് വന്ന് അകത്ത് കയറി പരിശോധിച്ച് അകത്തേക്ക് കയറി ഡൈനിങ് ടേബിളെ കോണ്ടം കിടക്കുന്നു. അപ്പോൾ ആ ക്രൈംബ്രാഞ്ചിൽ പിന്നെ ഒരു ഓഫീസർ എടുത്തിട്ട് എന്താണ് സെബാസ്റ്റ്യൻ ഇപ്പോൾ ഈ പണി നിർത്തിയിട്ടില്ലെന്നോട് ചോദിച്ചു. അപ്പോൾ അവൻ കാരണം ഇപ്പോഴത്തെ ഒരു ഭാഗത്തിന് അന്ന് നിസ്സംഗനായത് കേട്ട് നിന്നാലാണ് വീടൊന്ന് വൃത്തിയില്ലാതെ കിടക്കുന്നത്. അപ്പോൾ അന്ന് സുരേഷ് എന്ന് പറഞ്ഞ ചോദിച്ചാൽ ക്രൈംബ്രാഞ്ചിൽ വന്നു. പുള്ളി വെച്ച് തരുന്ന നിനക്ക് ഒന്ന് വൃത്തിയായി ജീവിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പിന്നെ സാർ പറഞ്ഞ സാർ ഹരിദാസ് ഇവൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ വരുന്നത്, വീട് ഇതിനേക്കാൾ കഷ്ടമാണ് അവിടെ ഏറ്റുമാനൂർ, ഒരു വൃത്തിയില്ല. അപ്പോൾ കുറേയൊക്കെ എടുത്തായിരുന്നു. അവർക്ക് കിട്ടിയെന്നൊരു ഫോണാണ്. സാധാരണ നമ്മൾ പിന്നെ മാനുവലായിട്ട് ഉപയോഗിച്ചിട്ട് ഫോൺ, അതിൻ്റെ ഒരു സിമ്മൊന്നും ഇല്ലായിരുന്നു. സെർച്ചിൽ കിട്ടിയ അത് മാത്രമേ ഉള്ളൂ. ഏറ്റുമാനൂരിൽ നിന്ന് കാണാതായ ജൈനമ്മയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് സെബാസ്റ്റ്യനിലേക്ക് എത്തിയത്. കോട്ടയം ജില്ലാ ക്രൈംബ്രാഞ്ച് ജൈനമ്മ തിരോധാന കേസുമായി ബന്ധപ്പെട്ട ചില വ്യക്തമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തുകയായിരുന്നു. വീടിന് തെക്കുവശത്തെ പറമ്പിൽ നടത്തിയ പരിശോധനയിലാണ് ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. കത്തിയ നിലയിലുള്ള എല്ലുകളാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായത്. മൃതദേഹം മറ്റെവിടെയെങ്കിലും നശിപ്പിച്ച ശേഷം എല്ലുകൾ കൂട്ടിയിട്ട് കത്തിച്ചതാണോ എന്നും സംശയിക്കുന്നുണ്ട്. താടിയെല്ലുൾപ്പെടെ 150ഓളം എല്ലുകൾ ഇവിടെ നിന്ന് കിട്ടി. ഇതോടെ വർഷങ്ങൾക്ക് മുമ്പ് ചേർത്തല കടക്കര പള്ളിയിൽ നിന്ന് കാണാതായ ബിന്ദു പത്മനാഭന്റെയും ഐഷയുടെയും കേസുകളിലേക്കും സംശയങ്ങൾ നീണ്ടു. ഇവരെല്ലാം സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിരുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ വീട് പരിശോധനയിലൂടെ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ജൈനമ്മയെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തി എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്ത്രീകളുടെ തിരോധാന കേസുകളും പുനഃപരിശോധിക്കും. 5 വർഷം മുമ്പ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ചേർത്തല തെക്ക് പഞ്ചായത്ത് 13-ാം വാർഡ് സ്വദേശിനി സിന്ധുവിന്റെ കേസിലാണ് അന്വേഷണം. 2020 ഒക്ടോബർ 19-ന് ക്ഷേത്ര ദർശനത്തിനെന്ന് പറഞ്ഞു പോയ സിന്ധുവിനെ തിരുവഴയിൽ നിന്നാണ് കാണാതായത്. മകളുടെ വിവാഹ നിശ്ചയത്തിന് 2 ദിവസം മുമ്പായിരുന്നു ഇത്. അർത്തുങ്കൽ പോലീസ് 4 വർഷം അന്വേഷിച്ച് അവസാനിപ്പിച്ച കേസിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ തേടി. ന്യൂസ് 18 ആലപ്പുഴ. ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പര സംബന്ധിച്ച അന്വേഷണം SIT തുടരുകയാണ്. ഭൂമി കുഴിച്ചുള്ള പരിശോധന വേഗത്തിൽ പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. മാർക്ക് ചെയ്ത 3 ഇടങ്ങളിലാണ് ഇനി പരിശോധന ബാക്കിയുള്ളത്. 10 പോയിന്റുകളിൽ പരിശോധന പൂർത്തിയായെങ്കിലും വിശദാംശങ്ങൾ പുറത്തുവിടാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. അതിനിടെ പരാതിയുമായി കൂടുതൽ പേർ അന്വേഷണ സംഘത്തെ സമീപിക്കുന്നുമുണ്ട്. അതേസമയം 2000 മുതൽ 2015 വരെയുള്ള കാലത്തെ അസ്വാഭാവിക മരണങ്ങളുടെ രേഖകൾ പോലീസ് നശിപ്പിച്ചതായി വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ ആക്ഷൻ കൗൺസിലിന് ലഭിച്ചു. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസന്വേഷണം നിർണായക ഘട്ടത്തിൽ. മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുക്കുന്നതിനായുള്ള മണ്ണ് കുഴിച്ചുള്ള ആദ്യഘട്ട പരിശോധന ചൊവ്വാഴ്ചയോടെ പൂർത്തിയാകും. സാക്ഷി ചൂണ്ടിക്കാട്ടിയ 13 ഇടങ്ങളിലാണ് നിലവിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ 10 ഇടങ്ങളിലെ പരിശോധന ശനിയാഴ്ച പൂർത്തിയായി. ദേശീയപാതയോട് ചേർന്ന സ്ഥലത്ത് 2 പോയിന്റുകളിലും നേത്രാവതി സ്നാനഘട്ടയ്ക്ക് സമീപമുള്ള 1 പോയിന്റിലുമാണ് പരിശോധന ബാക്കിയുള്ളത്. തിരച്ചിലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ SIT പുറത്തുവിട്ടിട്ടില്ല. പോയിന്റ് 6-ൽ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിൽ മാത്രമാണ് സ്ഥിരീകരണം. ഫോറൻസിക് പരിശോധനക്കയച്ച ഇവയുടെ പ്രാഥമിക പരിശോധനാ ഫലം ബുധനാഴ്ചയോടെ ലഭിച്ചേക്കും. ഇതും നിർണായകമാണ്. രഹസ്യ സ്വഭാവത്തിലാണ് അന്വേഷണം എന്നതിനാൽ സംഭവത്തിൽ ദുരൂഹത തുടരുകയാണ്. ആദ്യഘട്ട പരിശോധന പൂർത്തിയാകുന്നതോടെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി ബുധനാഴ്ചയോടെ പുറത്തുവിട്ടേക്കും. ബംഗളൂരുവിലായിരിക്കും സംസ്ഥാന പോലീസ് മേധാവിയുടെ വാർത്താ സമ്മേളനം. സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ SIT ഉദ്യോഗസ്ഥനായ മഞ്ജുനാഥ് ഗൌഡയ്ക്കെതിരെയുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. പരാതി പിൻവലിക്കാനായി കേസിൽ പ്രതി ചേർക്കുമെന്ന് സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം. ഉദ്യോഗസ്ഥനെ SITയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനിടെ സംഭവത്തിൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തി. ബെൽത്തങ്ങാടിയിലും മംഗളൂരുവിലും ആരംഭിച്ച ഹെൽപ്പ് ഡെസ്കിലാണ് കൂടുതൽ പരാതികൾ ലഭിച്ചത്.
സ്വകാര്യ വ്യക്തികളുടെ എസ്റ്റേറ്റുകളിലും പറമ്പുകളിലുമാണ് ഇനിയുള്ള പരിശോധനകൾ. കോടതിയുടെ അനുമതിയോടെയായിരിക്കും തുടർ പരിശോധന. സാക്ഷി ചൂണ്ടിക്കാട്ടുന്ന മുഴുവൻ ഇടങ്ങളിലും കുഴിച്ചു പരിശോധിക്കുമെന്നായിരുന്നു ആക്ഷൻ കമ്മിറ്റിക്ക് DGP നൽകിയ ഉറപ്പ്. KV ബൈജു, ന്യൂസ് 18, ധർമ്മസ്ഥല. ബംഗളൂരുവിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി പോലീസ് പട്രോൾ പോകുന്നത്. പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന മലയാളി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത വീട്ടുടമയായ മലയാളി യുവാവ് അറസ്റ്റിൽ. കോഴിക്കോട് സ്വദേശിയായ അഷ്റഫാണ് അറസ്റ്റിലായത്. സോളദേവനഹള്ളിയിലെ സ്വകാര്യ കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനിയാണ് പരാതിക്കാരി. സഹകരിച്ചാൽ താമസ സൗകര്യവും ഭക്ഷണവും സൗജന്യമായി നൽകാമെന്ന് പ്രതി പറഞ്ഞതായും പരാതിയിലുണ്ട്. ബലമായി കാറിൽ കയറ്റി നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിലെത്തിച്ച് ബലാത്സംഗം ചെയ്ത ശേഷം താമസ സ്ഥലത്ത് തിരികെ എത്തിച്ചുവെന്നാണ് പെൺകുട്ടിയുടെ പരാതിയിൽ ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് സംഭവം നടന്നത്. വിദ്യാർത്ഥിനി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അർദ്ധരാത്രിക്ക് ശേഷം അഷ്റഫ് മുറിയിലേക്ക് കയറി ചെല്ലുകയും സഹകരിച്ചാൽ ഭക്ഷണവും താമസവും സൗജന്യമായി നൽകാമെന്ന് പറയുകയും ചെയ്തു. നിരസിച്ചപ്പോൾ പെൺകുട്ടിയെ പ്രതി ബലമായി പിടിച്ചുവലിച്ച് കാറിൽ കയറ്റി മറ്റൊരു സ്ഥലത്തേക്ക് ഓടിച്ചു പോയെന്നും അവിടെ വെച്ച് പീഡിപ്പിച്ചുവെന്നും പോലീസിന്റെ FIR-ൽ പറയുന്നു. കോഴിക്കോട് സ്വദേശിയാണ് അറസ്റ്റിലായ അഷ്റഫ്. 10 ദിവസം മുൻപാണ് വിദ്യാർത്ഥിനി അഷ്റഫിന്റെ വീട്ടിൽ പേയിങ് ഗസ്റ്റായി എത്തിയത്. അതിക്രമത്തിനിടെ തന്റെ ലൊക്കേഷൻ ഒരു സുഹൃത്തിന് അയക്കാൻ ശ്രമിച്ചത് പരാജയപ്പെട്ടെന്നും പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. സോളദേവനഹള്ളിയിലെ സ്വകാര്യ കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനിയാണ് പരാതിക്കാരി. ബംഗളൂരുവിൽ 21-കാരിയായ നഴ്സിംഗ് വിദ്യാർത്ഥി പീഡിപ്പിക്കപ്പെട്ട കേസിന് പിന്നാലെയാണ് പുതിയ സംഭവം. മുറിയിലൊപ്പം കഴിഞ്ഞിരുന്ന മറ്റൊരു സ്ത്രീയുടെ 3 മോതിരങ്ങൾ മോഷ്ടിച്ചെന്ന് സമ്മതിച്ചപ്പോൾ പോലീസിൽ പറയരുതെന്നാവശ്യപ്പെട്ട പെൺകുട്ടിയെ ഹോസ്റ്റൽ ഉടമയായ രവി തേജ റെഡ്ഡി പീഡിപ്പിച്ചെന്നാണ് കേസ്. ഇയാളും അറസ്റ്റിലായിരുന്നു. ന്യൂസ് 18 ബംഗളൂരു. 15 വയസ്സുള്ള മകളെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തത് ചോദ്യം ചെയ്ത പിതാവിന്റെ ഓട്ടോറിക്ഷ കത്തിച്ച യുവാവ്. പാലക്കാട് മേപ്പറമ്പിലാണ് സംഭവം. മേപ്പറമ്പ് സ്വദേശി റഫീഖിന്റെ ഓട്ടോറിക്ഷയാണ് കത്തിച്ചത്. സംഭവത്തിൽ പ്രദേശവാസിയായ ആഷിഫ്, സുഹൃത്ത് ഷെഫീഖ് എന്നിവർ അറസ്റ്റിലായി. ശനിയാഴ്ച അർദ്ധരാത്രിയാണ് റഫീഖിന്റെ വീട്ടിലെത്തി ഓട്ടോറിക്ഷ കത്തിച്ചത്. സംഭവത്തിൽ പ്രദേശവാസിയായ ആഷിഫ്, സുഹൃത്ത് ഷെഫീഖ് എന്നിവർ അറസ്റ്റിലായി. 15 വയസ്സുള്ള മകളുടെ പിന്നാലെ നടന്ന് ആഷിഫ് ശല്യം ചെയ്തത് റഫീഖ് ചോദ്യം ചെയ്തിരുന്നു. സ്കൂളിൽ പോകുമ്പോഴും ട്യൂഷന് പോകുമ്പോഴും ശല്യം ചെയ്യുന്നതായി കുട്ടി വീട്ടിൽ വന്ന് പറഞ്ഞതിനെ തുടർന്നായിരുന്നു ഇത്. ഇതിന്റെ വൈരാഗ്യത്തിൽ ഓട്ടോറിക്ഷ കത്തിച്ചെന്നാണ് പരാതി. റഫീഖിന്റെ ഏക വരുമാന മാർഗമാണ് ഇല്ലാതായത്. ഒരു മാസമായി ഇപ്പോൾ ഒരു പയ്യൻ നമ്മുടെ മോളുടെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കും. അപ്പോൾ മോളെ ശല്യം ചെയ്യുന്നു, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ട്യൂഷന് പോകാൻ പറ്റുന്നില്ല. എന്നിട്ട് മോളൊരു കംപ്ലൈൻറ്റുകൾ കുറേ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, പയ്യന്മാരല്ലേ, ഈ ട്യൂഷന് പോകുന്നതും സ്കൂളിൽ പഠിക്കുന്ന കാര്യം നോക്കിയാൽ മതി, അത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഈ കാറ് കൊണ്ടൊന്ന് നിർത്തിയിട്ട് കയറടി എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടീനെ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ ഇന്നലെ അവിടെ പോയി നിന്നത്. എന്താ സംഭവം അറിയണേ. പയ്യൻ ഇതേമാതിരി ക്രോസ് ഇട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പിന്നാലെ പോയിട്ട് ചോദിച്ചാണ്, എന്താ നീ ചെയ്യുന്നത്, നീക്ക് എന്താ ഈ കുട്ടികളെ തടയേണ്ട ആവശ്യം കുട്ടികളിതെന്ന് പറഞ്ഞപ്പോൾ അത് എൻ്റെ പെങ്ങളുടെ മകളാണെന്നൊക്കെ അവ ആദ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ മോൾ എങ്ങനെയാണ് എൻ്റെ പെങ്ങളുടെ മകളാകുക, അത് എൻ്റെ മോളല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ആള് മാറിയതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ രാത്രി ഒരു 12 മണിയായിരിക്കുന്ന സമയത്താണ്, ആ ദിവസം തന്നെയാണോ രാത്രി 12 മണിയാകുമ്പോൾ വന്നിട്ട് കത്തിച്ചതിൻ്റെ. രാത്രി 12 മണിക്ക് ഓട്ടോറിക്ഷയിൽ തീ പടരുന്നത് കണ്ട് ഇവർ പോലീസിനെ വിളിച്ചു പറയുകയായിരുന്നു. രാത്രി തന്നെ പോലീസ് എത്തി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. കേസ് ഒത്തുതീർപ്പാക്കാൻ ചിലർ ശ്രമിക്കുന്നതായും ആരോപണമുണ്ട്.
ന്യൂസ് 18 പാലക്കാട്. മദ്യപാനത്തിനിടെയുണ്ടാകുന്ന തർക്കങ്ങൾ പലപ്പോഴും വലിയ ആക്രമണങ്ങൾക്ക് വഴിതെളിക്കാറുണ്ട്. കൊല്ലം പരവൂർ പൂതക്കുളത്ത് കാർ തടഞ്ഞു നിർത്തി ആക്രമണം നടത്തിയതും സുഹൃത്തുക്കൾ തമ്മിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്നാണ്. രണ്ടംഗ ആക്രമി സംഘം കാർ കത്തിക്കുകയും ചെയ്തു. വർക്കല പാളയംകുന്ന് സ്വദേശി കണ്ണനും സുഹൃത്ത് ആദർശും സഞ്ചരിച്ച കാറാണ് തീവച്ച് നശിപ്പിച്ചത്. ആക്രമണശേഷം ഒളിവിൽ പോയ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. സുഹൃത്തുക്കളായ ആദർശ്, കണ്ണൻ, ശംഭു എന്നിവർ ഒരുമിച്ച് മദ്യപിച്ചിരുന്നു. ഇതിനിടയിൽ ശംഭുവും കണ്ണനും തമ്മിൽ വാക്കുതർക്കവും കയ്യാങ്കളിയുമുണ്ടായി. തുടർന്ന് ആദർശ് കണ്ണനുമായി കാറിൽ അവിടെ നിന്നും പോയി. ഇതോടെ കൂടുതൽ പ്രകോപിതനായ ശംഭു മറ്റൊരു സുഹൃത്തിനോടൊപ്പം ബൈക്കുമായി കാറിനെ പിന്തുടരുകയും പരവൂർ പൂതക്കുളം ആശാരിമുക്കിൽ വെച്ച് കാർ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയുമായിരുന്നു. കാറിന്റെ ചില്ലുകൾ തല്ലിപ്പൊട്ടിക്കുകയും കണ്ണനെ പിടിച്ചിറക്കി മർദ്ദിക്കുകയും ചെയ്തു. മർദ്ദനത്തിൽ കണ്ണന്റെ തലയ്ക്ക് പരുക്കുപറ്റി. തുടർന്ന് കാറിന്റെ പെട്രോൾ ടാങ്ക് തുറന്ന് അക്രമികൾ തീയിടുകയായിരുന്നു. കാർ പൂർണ്ണമായും കത്തി നശിച്ചു. പരവൂരിൽ നിന്നും ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയാണ് തീയണച്ചത്. കണ്ണന്റെ പരാതിയിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രതികൾ ഒളിവിലാണെന്നും അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. ലഹരി പരിശോധനയ്ക്കിടെ പോലീസിനെ ആക്രമിച്ചതിന് കസ്റ്റഡിയിലായ യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസിന്റെ സഹോദരൻ PK ബുജൈർ റിമാൻഡിൽ. സഹോദരനെ തള്ളിപ്പറഞ്ഞ് ഫിറോസ് രംഗത്തെത്തി. ബുജൈർ തെറ്റ് ചെയ്തെങ്കിൽ മാതൃകാപരമായ ശിക്ഷ നൽകണമെന്ന് ഫിറോസ് ആവശ്യപ്പെട്ടു. വിഷയത്തിൽ ഫിറോസിന്റെ രാജി ആവശ്യപ്പെട്ട് KT ജലീലും ബിനീഷ് കോടിയേരിയും രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് കോഴിക്കോട് കുന്നമംഗലം ചൂലാംവയൽ ബസ് സ്റ്റോപ്പിന് സമീപത്തായിരുന്നു സംഭവം. PK ബുജൈർ ലഹരി വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്കെത്തിയതായിരുന്നു കുന്നമംഗലം പോലീസ്. ഇരുചക്രവാഹനം പരിശോധിക്കുന്നതിനിടെ പ്രകോപിതനായ ബുജൈർ സിവിൽ പോലീസ് ഓഫീസർ അനീഷിനെ മർദ്ദിച്ചു. ബുജൈറിന്റെ പക്കൽ നിന്ന് ലഹരി പൊതിയാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കണ്ടെടുത്തു. ലഹരി ഇടപാട് കേസിലെ പ്രതിയും ചൂലാംവയൽ സ്വദേശിയുമായ റിയാസിന്റെ കുറ്റസമ്മത മൊഴിയിൽ നിന്നാണ് PK ബുജൈറിലേക്ക് അന്വേഷണം എത്തിയത്. ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമെതിരായി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. കുന്നമംഗലം 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സഹോദരനെ താനോ കുടുംബമോ സംരക്ഷിക്കില്ല. കുറ്റം ചെയ്തെങ്കിൽ മാതൃകാപരമായ ശിക്ഷ നൽകണമെന്ന് PK ഫിറോസ്. ഏതെങ്കിലും നിലക്ക് ഞാനൊരു ഇടപെടൽ നടത്തി എന്ന് ആരെങ്കിലും പറയട്ടെ, അത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നിലപാടാണ് ഇക്കാര്യത്തിൽ എനിക്കുള്ളത്. അതിനകത്ത് യാതൊരു തരത്തിലുള്ള ഇടപെടലും ഞങ്ങൾ വരുന്നില്ല. സഹോദരനുമൊത്ത് ലഹരിക്കേസിൽ ആരോപിക്കപ്പെട്ട റിയാസിനെ CPM നേതാക്കളാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയതെന്നും ഫിറോസ് ആരോപിച്ചു. ഇനി മറ്റെന്തെങ്കിലും കുറ്റകൃത്യത്തിനും അദ്ദേഹം പങ്കാളിയായിട്ടുണ്ടെങ്കിൽ, ഈ കേസിൽ മാത്രമല്ല ഏത് കുറ്റകൃത്യം അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിലും പോലീസ് അന്വേഷിച്ച് അദ്ദേഹത്തിന് മാതൃകാപരമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. സംഭവത്തിൽ ഫിറോസ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബിനീഷ് കോടിയേരി രംഗത്തെത്തി. ഇത്തരത്തിലുള്ള കേസുകളൊക്കെ വരികയാണെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നവർ, രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവർ രാജിവെച്ച് മാതൃക കാണിക്കണമെന്നാണ് അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ PK ഫിറോസ് അദ്ദേഹത്തിന്റെ അനുജനെ ഈ നർക്കോട്ടിക് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റുമായി ബന്ധപ്പെട്ട് രാജിവെച്ച് മാതൃക കാണിക്കുമോ? ബുജൈറിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു. കത്വ ഉന്നാവോ ഫണ്ട് മുക്കി മണിമാളിക പണിതയാളുടെ സഹോദരൻ ലഹരിക്കേസിൽ ഒത്താശ ചെയ്യുന്നത് സ്വാഭാവികമെന്ന് KT ജലീലും ഫേസ്ബുക്കിൽ കുറിച്ചു. ന്യൂസ് 18 കോഴിക്കോട്.
നിക്ഷേപ തട്ടിപ്പിൽ അറസ്റ്റിലായ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് അംഗം TP ഹാരിസിനെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാകുന്ന ഹാരിസിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് നീക്കം. മുംബൈയിൽ നിന്ന് അറസ്റ്റിലായ ഹാരിസിനെ മലപ്പുറത്തെത്തിച്ചു. സാമ്പത്തിക തട്ടിപ്പിൽ കഴിഞ്ഞ ആഴ്ചയാണ് പോലീസ് TP ഹാരിസിനെതിരെ കേസെടുത്തത്. ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളിൽ പണം നിക്ഷേപിച്ച് ലാഭം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 25 കോടിയോളം രൂപ ഹാരിസ് തട്ടിയെടുത്തു എന്നാണ് പരാതി. 6 പേർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതികളിൽ FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ TP ഹാരിസിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. തുടർന്നാണ് മുംബൈ എയർപോർട്ടിലെ ഇമിഗ്രേഷൻ വിഭാഗം TP ഹാരിസിനെ തടഞ്ഞുവെച്ച് കസ്റ്റഡിയിലെടുത്തത്. മലപ്പുറം പോലീസ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം 12 മണിയോടെയാണ് ഹാരിസിനെ മലപ്പുറത്തെത്തിച്ചത്. ഹാരിസ് സ്വന്തം നിലയ്ക്ക് നടത്തിയ തട്ടിപ്പിൽ ജില്ലാ പഞ്ചായത്തിന് പങ്കില്ലെന്നാണ് ഭരണസമിതിയുടെ നിലപാട്. രാജിവെക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഹാരിസ് ആണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ പറഞ്ഞു. അച്ചടക്ക ലംഘനം നടത്തിയെന്നതിന്റെ വെളിച്ചത്തിൽ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുള്ളതുമാണ്. പരാതിക്കാർ SP-ക്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ അന്വേഷണം നടന്നു വരികയാണ്. ജില്ലാ പഞ്ചായത്ത് നേരിട്ട് യാതൊരുവിധ പരാതികളും ഈ നിമിഷം വരെ നമുക്ക് ലഭ്യമായിട്ടില്ല. എങ്കിലും ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണത്തിൽ സർവാത്മക ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി അതിനെ സ്വാഗതം ചെയ്യുന്നു. പരാതിയിൽ പറയുന്നത് പോലെ പദ്ധതികളിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നതിൽ ആഭ്യന്തര അന്വേഷണം നടന്നിരുന്നെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. അതേസമയം പരാതി ഉയർന്നപ്പോൾ തന്നെ TP ഹാരിസിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നുവെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ വിശദീകരണം. ന്യൂസ് 18 മലപ്പുറം. പോലീസുകാർക്കിടയിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചു വരികയാണ്. വ്യക്തിഗത പ്രശ്നങ്ങൾ മുതൽ ജോലി സമ്മർദ്ദം വരെ ഇതിന് കാരണമാകുന്നുണ്ട്. കൊല്ലം കൊട്ടാരക്കരയിൽ മാതാവിന്റെ വിയോഗത്തെ തുടർന്ന് മനം നൊന്താണ് പോലീസ് ഉദ്യോഗസ്ഥൻ ജീവനൊടുക്കിയത്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആനന്ദ ഹരിപ്രസാദാണ് മരിച്ചത്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആനന്ദ ഹരിപ്രസാദിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊട്ടാരക്കര നീലേശ്വരം സ്വദേശിയാണ് ഇദ്ദേഹം. വീടിനു മുമ്പിലെ മരത്തിൽ തൂങ്ങിയ നിലയിലാണ് രാവിലെ മൃതദേഹം കാണപ്പെട്ടത്. ആനന്ദ ഹരിപ്രസാദിന്റെ അമ്മ മരിച്ചിട്ട് 16 ദിവസമേ ആയിട്ടുള്ളൂ. മരണത്തിനുള്ള മനോവിഷമമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് കരുതുന്നു. മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. സംഭവത്തിൽ കൊട്ടാരക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കൊട്ടാരക്കര. കൃത്യനിർവഹണത്തിനിടെ പോലീസിന് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ ചില്ലറയൊന്നുമല്ല. തിരുവനന്തപുരത്ത് ഫ്ളാറ്റിലെ താമസക്കാരൻ ബഹളമുണ്ടാക്കുന്നെന്ന പരാതി അന്വേഷിക്കാനെത്തിയ പോലീസുകാർക്ക് നേരെ യുവാവ് ഭീഷണി മുഴക്കിയതും ആക്രമിക്കാൻ ശ്രമിച്ചതും കഴിഞ്ഞ ദിവസമാണ്. ഈ കേസിലെ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. മണ്ണന്തല മരുതൂർ ഇടയിലക്കോണം സ്വദേശി സുഭാഷാണ് റിമാൻഡിലായത്. ലഹരിക്കടിമയായ സുഭാഷ് സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് പോലീസ് പറയുന്നു. മണ്ണന്തല മരുതൂർ ഇടയിലക്കോണം സ്വദേശി 34-കാരനായ സുഭാഷാണ് പോലീസിന് നേരെ ഭീഷണി മുഴക്കിയത്. പള്ളിമുക്ക് സൗവർണിക ഫ്ളാറ്റിലാണ് ഇയാൾ കുടുംബത്തോടൊപ്പം വാടകയ്ക്ക് താമസിക്കുന്നത്. ലഹരിക്കടിമയായ സുഭാഷ് ഫ്ളാറ്റിൽ നിരന്തരം പ്രശ്നങ്ങളുണ്ടാക്കിയിരുന്നതായി പരാതി ലഭിച്ചതിനെ തുടർന്നായിരുന്നു പോലീസ് എത്തിയത്. പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ തട്ടിക്കയറുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി മണ്ണന്തല പോലീസ് പറയുന്നു.
ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ പിന്നീട് നെടുമങ്ങാട് പോലീസിന് കൈമാറി. ഇയാൾക്കെതിരെ നിരവധി തവണ ഫ്ളാറ്റിലെ മറ്റു താമസക്കാർ പരാതി നൽകിയിരുന്നതായി പോലീസ് പറഞ്ഞു. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 നെടുമങ്ങാട്. ആത്മീയ ചികിത്സയുടെ മറവിൽ പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം താനാളൂർ ചെമ്പ്ര സ്വദേശി കോട്ട ഫസ്ലു നിസാറിനെയാണ് ഇൻസ്പെക്ടർ കെ സലീമും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. മറ്റൊരാളുമായി വിവാഹമുറപ്പിച്ച പെൺകുട്ടിയോടാണ് ഇയാൾ അതിക്രമം കാട്ടിയത്. പ്രതി നിരവധി പേരിൽ നിന്ന് പണം തട്ടിയെടുത്തതായും പരാതിയുണ്ട്. പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയെന്ന കേസിലാണ് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. താനാളൂർ ചെമ്പ്ര സ്വദേശി കോട്ട ഫസ്ലു നിസാറിനെയാണ് ഇൻസ്പെക്ടർ കെ സലീമും സംഘവും അറസ്റ്റ് ചെയ്തത്. മറ്റൊരാളുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന തിരൂർ സ്വദേശിനിയാണ് അതിക്രമത്തിന് ഇരയായത്. ആത്മീയ ചികിത്സയുടെ മറവിലായിരുന്നു അതിക്രമമെന്ന് പോലീസ് പറഞ്ഞു. പെൺകുട്ടിയുടെ വീട്ടിലെത്തി ആത്മീയ ചികിത്സ നടത്തുന്നതിനിടെ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് പരാതി. സിയാറത്തിന്റെ പേരിൽ 40ഓളം പേരിൽ നിന്ന് ഇയാൾ പണം തട്ടിയെടുത്തതായും പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ മൊബൈൽ ഫോൺ ഒളിപ്പിച്ചത് കണ്ടെത്തി. 1-ാം ബ്ലോക്കിന് സമീപം കല്ലിനടിയിൽ നിന്ന് ഫോൺ കണ്ടെടുത്തതിൽ കേസെടുത്ത് ടൗൺ പോലീസ്. ഫോൺ കണ്ടെടുത്തത് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് ശേഷം കനത്ത ജാഗ്രത തുടരുന്നതിനിടെ. കൊല്ലം ശാസ്താംകോട്ടയിൽ ട്രെയിൻ മാർഗം കടത്തിക്കൊണ്ടുവന്ന 6 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. പിടിയിലായത് കല്ലുംതാഴം സ്വദേശി അനീസ്, ചെമ്മക്കാട് സ്വദേശി അഭിലാഷ് എന്നിവർ. നിരവധി സമ്മർദ്ദങ്ങൾക്കിടയിലാണ് പോലീസുകാർ ജോലി ചെയ്യുന്നതെന്ന വസ്തുത നിലനിൽക്കെ തന്നെ കുറ്റവാളികൾക്ക് ഒത്താശ ചെയ്യുന്ന പോലീസുകാരും ഒട്ടും കുറവല്ലെന്നത് യാഥാർത്ഥ്യമാണ്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾ പോലീസ് ഒത്താശയിൽ മദ്യപിച്ചത് സംബന്ധിച്ച വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. തുടർന്ന് AR ക്യാമ്പിലെ പോലീസുകാരായ വൈശാഖ്, വിനീഷ്, ജിഷ്ണു എന്നിവരെ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. വിവാദമായ സംഭവത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവർ സംഘാംഗങ്ങൾക്കൊപ്പം ജൂലൈ 17-നാണ് പോലീസ് ഒത്താശയിൽ മദ്യപിച്ചത്. മാഹി ഇരട്ടക്കൊലക്കേസിലെ വിചാരണയ്ക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ എത്തിച്ചതിന് ശേഷമായിരുന്നു മദ്യപാനം. ഉച്ചയ്ക്ക് ഭക്ഷണം വാങ്ങി നൽകാനെന്ന പേരിൽ തലശ്ശേരിയിലെ ബാറിന് മുൻപിൽ എത്തിച്ചായിരുന്നു മദ്യപാനം നടന്നത്. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കൂടുതൽ കടുത്ത നടപടിയെടുക്കേണ്ടിയിരിക്കുന്നു. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.